ഇന്ത്യയിലെ ഏറ്റവും വയലൻസ് നിറഞ്ഞ സിനിമ എന്നാണ് ഇവർ അവകാശപ്പെട്ടിരുന്നത്. ഞാൻ സിനിമ കണ്ടു. സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. മിക്സഡ് റിവ്യൂസും പല റിവ്യൂസും വരുന്നുണ്ട്. പക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വയലൻസ് തന്നെയാണ്. കാരണം അതിൽ ആ ടാഗ് കറക്റ്റാ. അപ്പൊ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ സബീർക്കും പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ പടം ഒരു ആക്ഷൻ പടമാണ്. അതിൽ ഏറ്റവും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തിന്റെ ആക്ഷൻ തുടങ്ങണത് സബീർഖാനാണ്. എന്തായാലും ഒരു എക്സ്പീരിയൻസ്? അല്ല, അത് ഞാൻ ഇതിനു മുന്നേ 2 സിനിമകളിൽ നിന്ന് ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. എന്റെ അനീഫിന്റെ പടമാണ്, എന്റെ ആത്മസുഹൃത്തിന്റെ പടമാണ്, പിന്നെ ഉണ്ണിമോഹന്റെ പടമാണ്. അനീഫിന്റെ നിർബന്ധത്തിലാണ് ഈ സിനിമയിൽ അഭിനയിച്ചത്. പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. 2 സിനിമകൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ സ്വന്തമായി ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ പടത്തില് ആദ്യമായിട്ട് എന്റെ ശബ്ദം കൊടുത്തു. അപ്പൊ ഉണ്ണിമോഹന്റെ മാർക്കോ ക്യാരക്ടർ എന്നിലൂടെയാണ് ഇൻട്രൊഡക്ഷൻ ആളുടെ അവിടുന്നാണ് ആളുടെ ഇൻട്രൊഡക്ഷൻ പരിപാടി. ചെറിയൊരു ഫ്ലാഷ് ബാക്കിലൂടെയാണ് കാണിക്കുന്നത്. എന്തായാലും വലിയ ഭാഗ്യമാണ് ഉണ്ണിമോഹനോടും എന്റെ ഷെരീഫ് പ്രൊഡ്യൂസറോടും പോലെ അനീഫിനോടും ഞാൻ നന്ദി പറയുന്നു. ശരിക്കും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടോ ഉണ്ണിമോഹൻ? പിന്നെ തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. ഞാൻ ഷൂട്ടിങ്ങിന് കുറെ ദിവസങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഉണ്ണിമോഹൻ വളരെയധികം കഷ്ടപ്പെട്ടു. അതിന്റെ റിസൾട്ടാണ് ഈ പടത്തിന്റെ അഭിപ്രായങ്ങൾ വരുന്നത്. ഫസ്റ്റ് ചവിട്ടി ഇടുന്നത് അദ്ദേഹം അല്ല, ഫൈറ്റ് ഒക്കെ വളരെ നാച്ചുറൽ ഫൈറ്റ് ആണ്. അറിയാലോ, അത് കൃത്യമായിട്ട് നമുക്കറിയാലോ, പടം കണ്ട 6-7 ഫൈറ്റ് ഉണ്ട്. ലമായി ഫൈറ്റിനൊക്കെ വേണ്ടി ഒരുപാട് ദിവസങ്ങൾ വളരെയധികം നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഉണ്ണിമോഹൻ. അല്ല, ഉണ്ണിമോഹൻ ഇത് ഞാൻ അതിനെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാഡൊക്കെ കെട്ടിയിട്ട് ഇടിക്കുന്നതാണ്. ഞാൻ ആദ്യമായിട്ടാണ് സിനിമയിൽ ഒരു ഫൈറ്റിൽ നിൽക്കുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഉണ്ണിമോഹൻ നടൻ ശരിക്കും പറഞ്ഞാൽ സിനിമ ഫുൾ ടൈം ആക്ഷൻ ആണല്ലോ. ശരിക്കും അവരുടെ ശരീരം അതിനുവേണ്ടി ഒരുപാട് പ്രിപ്പയർ ചെയ്തു. പിന്നെ കൃത്യമായിട്ട് ഫുഡ് കൺട്രോളും പരിപാടിയും ക്ലൈമാക്സിലൊക്കെ ആകുമ്പോൾ നമുക്ക് കാണാനോ ശരീരം ഫുള്ള് കാണിക്കുന്നുണ്ടല്ലോ. അപ്പൊ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ റിസൾട്ടാണ് അദ്ദേഹത്തിന് പടത്തിന്റെ വിജയം എന്ന് ഞാൻ പറയാം. ഇങ്ങനത്തെ ഒരു രീതിയിൽ ഇപ്പൊ നമ്മൾ മലയാളത്തിൽ തന്നെ ഇത്തരം ഒരു സിനിമകൾ ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. ഇല്ല, മലയാളത്തില് എന്റെ ഇത്രയും വയലൻസ് ഉള്ള സിനിമ ഇന്ത്യയിലെ മറ്റുള്ള ഭാഷകളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മലയാളികൾക്ക് ഒരു പുതിയൊരു അനുഭവമല്ലേ. നമ്മുടെ മറ്റുള്ള ഭാഷയിലെ സിനിമകൾ കണ്ട് കൈയടിക്കുന്ന മലയാളികൾക്ക് മലയാളത്തിൽ തന്നെ ഇങ്ങനെ ഒരു പടം കണ്ട് കൈയടിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. രവി ബസൂർ തന്നെയാണ് ഇതിന്റെ ഡയറക്ടർ. രവി ബസൂറിന്റെ മ്യൂസിക് നമുക്കറിയാലോ, KGF കൂടെ. അപ്പൊ നമ്മുടെ പിക്കാസോ ആണെങ്കിലും ആള് ചെയ്തു തന്നു. ഈ സിനിമയാണെങ്കിലും വളരെയധികം ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് സാധ്യതയുള്ള മനോഹരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എല്ലാവിധ ആശംസകളും. താങ്ക് യു. തീർച്ചയായിട്ടും എല്ലാവരും മാർക്കോ എന്ന സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ.